السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا زدنا علما. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ വലിയ ഫضل കൊണ്ട് നമ്മളെല്ലാവരും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അൽഹംദുലില്ലാ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കട്ടെ. എല്ലാ കർമ്മങ്ങളും ആ ഒരു നിയത്തോടു കൂടി അള്ളാഹുവിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ പ്രതിഫലം ലഭിക്കും എന്ന നിയത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് മുസ്ലിമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഓരോരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇതെല്ലാം നമ്മൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വീണ്ടും എൻ്റെ റബ്ബിനോടൊപ്പം അല്ലെങ്കിൽ വിത്ത് മൈ റബ്ബ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ അഖീദയുടെ കാര്യം മനസ്സിലാക്കി അല്ലേ. എങ്ങനെ ആയിരിക്കണം നമ്മളുടെ അഖീദ, എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം നമ്മളുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സുകളുടെയും ഓരോ ടോപ്പിക്കുകളും നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള, അള്ളാഹുവിൽ അടിയുറച്ച് അഖീദയുള്ള ഒരു സ്ത്രീ തീർച്ചയായിട്ടും അള്ളാഹുവിനെ ആരാധിക്കുന്നവളാണ് എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നമസ്കാരത്തിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അതായത് അവൾ തീർച്ചയായിട്ടും 5 നേരം നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കാൻ ശ്രമിക്കുന്നവളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമസ്കാരത്തിൽ നമ്മൾ ഖുശൂ ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ചെറുതായിട്ട് ആ ക്ലാസ്സിലൂടെ പറഞ്ഞു അല്ലേ. ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ നമ്മളെ റബ്ബ് നമുക്ക് അവിടെ ഒരു കൺവേഴ്സേഷൻ പോലെയാണ്. നമ്മൾ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും റബ്ബ് നമുക്ക് ഓരോ ആയത്തിനും അതിനനുസരിച്ച് തിരിച്ച് മറുപടി നൽകുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ വളരെ അതിൽ നെഗ്ലക്റ്റ്ഫുള്ളി നമ്മൾ നിസ്കരിക്കുമ്പോൾ റിസൈറ്റ് ചെയ്ത് പോകാറുണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഓരോ കാര്യങ്ങളും മനസ്സിലായിക്കൊണ്ട് അത് പിന്നീട് ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ അതായിരുന്നു നമ്മൾ ഒരു ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് തവണ നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുമ്പോഴും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ റബ്ബ് നമ്മൾ ഓർമ്മപ്പെടുത്താണ്, നീ ചിന്തിക്കുന്നതിനേക്കാളും, നീ ഇപ്പോൾ എന്തിലേക്കാണ് നിൻ്റെ മൈൻഡ് പോകുന്നത് അതിനേക്കാളും ഒക്കെ വലുത് നിൻ്റെ റബ്ബാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ശരിക്കും അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ ആ അല്ലാഹു അക്ബർ കൂടെ നമ്മൾ കേൾക്കാണ്ട് നമ്മൾ അങ്ങനെ തന്നെ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മൾ നമസ്കാരത്തിൽ കണക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്, അതുപോലെ നമ്മൾ തന്നെ സ്റ്റെപ്സ് എടുക്കുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ റബ്ബ് നമ്മളെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ റബ്ബിന് മുമ്പിൽ നമസ്കരിക്കുമ്പോൾ റബ്ബ് നമ്മളുടെ ഫേസിലേക്ക് നോക്കുന്നുണ്ട്, നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കണ്ണും ഒക്കെ അവിടെ നിന്നും വിട്ടുപോയാൽ റബ്ബ് നമ്മളിൽ നിന്നും തിരിഞ്ഞു കളയും എന്നും പറഞ്ഞിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമസ്കാരം പറ്റുന്ന പോലെയൊക്കെ അതിന് ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുക, അല്ലാഹുവേ എനിക്ക് നമസ്കാരത്തിൽ നീ ഖുശൂ വർദ്ധിപ്പിച്ച് തരണേ നാഥാ, എനിക്ക് പറ്റുന്നില്ല റബ്ബേ, നിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, നിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നിൻ്റെ റഹ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് റബ്ബേ ഈ ഓരോ നമസ്കാരവും ഏറ്റവും നല്ലതാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അള്ളാഹുവിനോട് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ട്
നമ്മൾ നമസ്കാരം ഏറ്റവും ബെറ്റർ ആക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ, അതായത് നമ്മൾക്ക് നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സമാധാനമായിരിക്കും നമസ്കാരത്തിലൂടെ. നമ്മൾ ആ നമസ്കാരം എൻജോയ് ചെയ്യും. അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെന്നുള്ള ആ ഒരു സംഭാഷണമൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പിന്നെ അടുത്ത നമസ്കാരമാകാൻ ടൈം ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കലായിരിക്കും പണി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിക്കട്ടെ. ആമീൻ. ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്നൊന്നും ഇന്ന് നമ്മളിത് കേട്ടു, ഓക്കെ നാളെ മുതൽ ഞാൻ അങ്ങനെ മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിരന്തര ദുആ ചെയ്യുക, പ്ലസ് നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് എടുക്കുക, പിന്നെ ബാക്കി തവക്കൽ ചെയ്യുക. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളുടെ ഇൻറ്റൻഷൻ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും. അപ്പോൾ നമുക്കത് സാധിക്കാൻ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് സ്ലോലി നമ്മളെ അതിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിലുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് എല്ലാവർക്കും ഖുശൂഓടുകൂടി എല്ലാ നമസ്കാരങ്ങളും നമസ്കരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. ഇനി അടുത്തൊരു ടോപ്പിക്, ഇത് വളരെ ആളുകൾക്കിടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. റബ്ബ് സഹായിക്കട്ടെ. ആമീൻ. അപ്പോൾ ജമാഅത്ത് നമസ്കാരം, അതായത് പള്ളിയിൽ സ്ത്രീ പോയി നമസ്കരിക്കുന്നതാണോ അതോ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതാണോ ഉത്തമം എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ചില ആളുകൾ സ്ത്രീകൾ പള്ളിയിലേക്കേ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ട് മനസ്സിലാക്കാം. ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത് പുരുഷന്മാർക്കാണ് അല്ലേ. പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും 5 വക്തും പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ. അങ്ങനെ ഒരു സംഭവം വരാണെന്നുണ്ടെങ്കിൽ, അസുഖമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ ഈ ജമാഅത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അള്ളാഹു എക്സ്ക്യൂസ് കൊടുക്കും. പക്ഷെ അതല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ 5 വക്തും ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കേണ്ടതാണ്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അവർക്ക് 27 ഇരട്ടി, അതായത് അവർ നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് സ്ത്രീകൾക്ക് അള്ളാഹു അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമുക്ക് 5 തവണ അല്ലെങ്കിൽ 5 വക്ത് നമ്മൾ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ പല സാഹചര്യങ്ങളുടെ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് ചെറിയ മക്കളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രായമുള്ള ആളുകളുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ സ്കൂളിൽ നിന്ന് വരുന്ന, അങ്ങനെ പല സ്റ്റേജസിലായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അതിലും വലുതായിട്ട് ചിലപ്പോൾ ഒരു വലിയമായിട്ടുള്ള ആളായിരിക്കാം. എന്തായാലും നമ്മൾ പല സ്റ്റേജുകളിലൂടെയും പോകും. നമുക്കൊരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് വരും, മെൻ്റലി ചേഞ്ചസ് വരും, ഫിസിക്കലി നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഇമോഷണലി നമ്മളിൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതിനിടയിൽ നമുക്ക് പീരിയഡ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലക്ക് നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകിയതാണ് ഇങ്ങനെയൊരു ഒബ്ലിഗേഷനിൽ നിന്ന് നമ്മളെ വിട്ടു നിർത്തിയത്. അതായത് നമുക്ക് ഒരിക്കലും അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് റബ്ബിന് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിച്ചാൽ മതി എന്നുള്ളത്. അതാണ് അതിൻ്റെ പിന്നെയുള്ള ഹിക്മത്ത്. കാരണം ഒരു സ്ത്രീക്ക് ഒരിക്കലും 5 വക്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ സാധിക്കില്ല. വളരെ അപൂർവങ്ങൾ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അത് ഭയങ്കര ബേർഡനായിട്ട് മാറും. അപ്പോൾ റബ്ബിനറിയാം, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ റബ്ബിനറിയാം നമുക്ക് എന്താണ് ഏറ്റവും ഉത്തമം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവളുടെ നമസ്കാരം, അതായത് പ്രെയർ അറ്റ് ഹോം ഈസ് ബെറ്റർ ദാൻ അറ്റ് മസ്ജിദ്. അതായത് ഒരു സ്ത്രീക്ക് അവളുടെ വീട്ടിൽ നമസ്കരിക്കുന്ന നമസ്കാരമാണ് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കൂടുതൽ അജ്റല്ല വേണ്ടത്. പിന്നെ നമ്മൾ എന്തിനാണല്ലേ കഷ്ടപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ചോയ്സ് ആയി തന്നിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കണമെങ്കിൽ നമസ്കരിച്ചോളൂ, വീട്ടിൽ നിന്നാണെങ്കിൽ നമസ്കരിച്ചോളൂ. പക്ഷെ ഓർക്കുക, വീട്ടിൽ നിന്നുള്ള നമസ്കാരത്തിനാണ് കൂടുതൽ പ്രതിഫലം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ 27 ഇരട്ടി കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ.
പക്ഷെ സ്ത്രീ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ തന്നെ 1,007 ഇരട്ടി പ്രതിഫലത്തിനേക്കാളും പ്രതിഫലം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഹദീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് സ്റ്റോപ്പ് യുവർ വുമൻ ഫ്രം ഗോയിങ് ടു ദ മോസ്ക്. അതായത് പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത്. ഇനി ആണുങ്ങളോടായിട്ട് പറയാണ്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആ പെർമിഷൻ കൊടുക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമ്പോൾ നമ്മൾ അതിൽ വെറുതെ ഒരു പ്രയാസം ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല. അതായത് നമുക്ക് അത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ, അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളാരും നമ്മളെ തന്നെ ബേർഡൻ ചെയ്യിക്കേണ്ടതില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീനുകൾ തന്നെ, അവർ സുബഹി സമയത്ത് ഫജ്റിന് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണും. അതായത് പക്ഷെ അവർ ഇറങ്ങുന്നതിന് ഒരു പ്രത്യേക ഒരു രീതി ഉണ്ട് കേട്ടോ. അതായത് അവർ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ ഔട്ടർ ഗാർമെൻറ്റ് അവരെ ഫുള്ളായിട്ട് മൂടി ആരാണ് ആളെന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഫജ്റിന് പള്ളിയിൽ പോകുക. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും ഇന്ന ആൾ പള്ളിയിൽ വന്നിരുന്നെന്ന് ആർക്കും അറിയപ്പോലില്ല. അത്രയ്ക്കും കവേർഡായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കും, എങ്ങനെയാണ് സ്ത്രീകളുടെ വേഷം അല്ലേ. അതായത് പള്ളിയിലേക്ക് വരുന്നവർ പോലും അവരുടെ വേഷത്തിൽ തന്നെ നമുക്ക് കാണാം. അതാണ് അവർ പള്ളിയിലെത്തിയിട്ട് ചിലപ്പോൾ അവിടെയുള്ള നിസ്കാരപ്പാട് എടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ നിസ്കരിക്കുക. അപ്പോൾ അത്രയ്ക്കും എക്സ്പോസ്ഡ് ആണ് ഇപ്പോഴത്തെ കാലത്തെ സ്ത്രീകൾ. പിന്നെ കുറേ ആളുകൾ ഫെമിനിസം, അതായത് സ്ത്രീകൾക്കും ആണുങ്ങളുടെ അതേപോലെയുള്ള പവർ കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെയും വരുന്നവരും ഒക്കെ ഉണ്ട്. പല രീതിയിലുള്ള ആളുകളാണ് നമ്മളുടെ സൊസൈറ്റിയിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, റബ്ബ് നമുക്ക് എന്ത് കാര്യം എളുപ്പം തന്നാൽ നമ്മൾ അത് എന്താണോ നമുക്ക് എളുപ്പം അത് ചൂസ് ചെയ്യുന്നതാണ് ഹിക്മത്ത്. നമ്മൾ പ്രയാസകരമായിട്ടൊന്നിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കേൾക്കാം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും സ്ത്രീകളെ പള്ളിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അല്ലാഹു അലം. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഫിത്ന ഉണ്ടാക്കരുത് എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തണം. അതായത് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പം, അതായത് ആണുങ്ങളായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള സംസാരം, അല്ലെങ്കിൽ കൊഞ്ചു കഴിഞ്ഞിട്ടുള്ള സംസാരം, അതല്ലെങ്കിൽ നമ്മളെ വേഷങ്ങളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വേണം. പള്ളിയിലേക്ക് എന്നല്ല, ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും. അവിടെ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് വീടാണ് ഉത്തമം എന്നാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ഒരിക്കലും മാർക്കറ്റിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു സൂചന കൂടെ ഉണ്ട് ഇവിടെ അല്ലേ. പക്ഷേ സ്ത്രീക്ക് എവിടെയും പോകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളുടെ ഡ്രസ്സിങ് ഏറ്റവും മോഡസ്റ്റ് ആയിരിക്കണം. അതായത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എന്നൊന്നും പറയണില്ല, ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയുക മുഖമൊക്കെ മറിച്ച് അങ്ങനെയല്ല. പക്ഷേ നമ്മളുടെ വസ്ത്രം നമ്മളുടെ ബോഡി ഒരിക്കലും ഷേപ്പ് കാണിക്കരുത്. അതായത് ആർക്കും തന്നെ വീണ്ടും തന്നെ ഒന്നും കൂടെ നോക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ ഈ വ്യക്തി എന്നുള്ള രീതിയിലുള്ള വസ്ത്രധാരണം നമുക്ക് പാടില്ല. നമ്മൾ ഏറ്റവും മോഡസ്റ്റായിട്ട് മറ്റുള്ളവർക്ക് കാണുമ്പോൾ റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വസ്ത്രധാരണം. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പോയിരുന്നത് അവരെ മുഴുവനായിട്ട് മൂടി പൊതിച്ചിട്ടായിരുന്നു, ആരാണ് വ്യക്തി എന്നറിയാത്ത രീതിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനർത്ഥം എന്താണ്? നമ്മളുടെ വസ്ത്രധാരണം പള്ളിയിലേക്ക് എന്നല്ല, എങ്ങോട്ട് പോകുമ്പോഴും ഏറ്റവും നല്ല കവേർഡായിരിക്കണം. അതല്ലാതെ പള്ളിയിലേക്ക് മാത്രം നല്ല കവേർഡായിട്ടുള്ള വസ്ത്രം, പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ എന്നല്ല കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് പെർഫ്യൂം, അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യാന്നൊക്കെ പറയില്ലേ, പെർഫ്യൂം ചെയ്യാന്ന് പറയില്ലേ, അത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്കറിയാം ഒരുപാട് ആളുകൾ പല എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്ന നമുക്ക് കാണും. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാ കമാൻഡ്സും ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ പള്ളിയിലേക്ക് പോകാൻ. ഓക്കെ,
പിന്നെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വന്നൂടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾ പഠിക്കണം. കാരണം ഒരു സ്ത്രീയിലൂടെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. ആ സ്ത്രീക്ക് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ത്രീയിലൂടെ വളർന്നു വരുന്ന മക്കളും അതുപോലെ തന്നെ ആ സമൂഹത്തിനൊക്കെ യഥാർത്ഥ ദീനിൻ്റെ അറിവ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സദസ്സുകളിൽ അവർ എത്തേണ്ടതുണ്ട്. ഇനി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനേക്കാളും കൂടുതൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കണം, ഒരു സ്ത്രീയാണ് പഠിപ്പിക്കുന്നത് എന്ന നിലയിലല്ല, ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയാണ് പഠിപ്പിക്കുന്നത് എന്ന രീതിയിൽ മാത്രമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീക്ക് പഠിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന്മാരെ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ദാരിദ്ര്യം നമുക്ക് തീരെയില്ല അല്ലെ. ഒരുപാട് അറിവുള്ള പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഏറ്റവും അവിടെ ബെസ്റ്റ് സ്ത്രീകൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക. സ്ത്രീകൾക്കായാലും പുരുഷന്മാർ ഫോക്കസ് ചെയ്യുക. അപ്പം ഇവിടെ അഥവാ ഈ സ്ത്രീക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീ എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്ത് എത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്മളൊരു അദബ്, അതായത് ഒരു മര്യാദ, ഒരു ലിമിറ്റേഷൻ അത് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഫിത്നയാകാത്ത രീതിയിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളുടെ നിയ്യ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ എത്ര മൂടി വെച്ചിട്ടും കാര്യമില്ല, അള്ളാഹുവിന് നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ളത് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ടോപ്പിക്. അതായത് സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ പള്ളിയിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അതായത് അന്നെന്ന് പറഞ്ഞാൽ പള്ളികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ അത് ഒരു ഹദീസിൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതായത് സ്ത്രീകൾ നിറഞ്ഞിട്ട് ആണുങ്ങൾക്ക് അവരുടെ പിന്നിൽ നമസ്കരിക്കേണ്ട വരെ അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച കാര്യമായിരുന്നു. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വന്ന് അവർക്ക് നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷേ ഫിത്ന ഭയന്നാൽ നമ്മൾ മാക്സിമം നമ്മൾക്ക് എന്താണോ ആ സമയത്ത് സ്യൂട്ടബിൾ അത് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹദീസാണല്ലേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ പിന്നിൽ നിന്ന് കുഞ്ഞു മക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഉമ്മ പ്രയാസപ്പെടല്ലോ എന്ന് വിചാരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ചുരുക്കിയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്വഫ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഫസ്റ്റത്തെ സ്വഫാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്വഫാണ് എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് നമ്മളുടെ ഇപ്പോഴത്തെ പോലെ 2 സെക്ഷനായിട്ട് പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ആണുങ്ങൾ മുമ്പിൽ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ എന്നുള്ള രീതിയിലായിരുന്നു അല്ലേ. അപ്പോൾ എന്നാൽ അന്ന് അവർ ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടി ആയിരുന്നു അവരുടെ ഓരോന്നും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മോഡസ്റ്റായിട്ട്, അത്രയ്ക്കും ഹയായോട് കൂടിയായിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അന്ന് ഫിത്ന ഭയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നമുക്കൊരിക്കലും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇനി കാണാൻ കൂടെ സാധിക്കില്ല. അതേപോലെ തന്നെ വേറൊരു ഇതിൽ പറയുന്നുണ്ട്, അതായത് ഫജറിന് ആണുങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം സ്ത്രീകൾ പ്രവേശിക്കും. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞാൽ പുരുഷന്മാരോട് അവിടെ തന്നെ ഇരിക്കാൻ പറയും, സ്ത്രീകളോട് പോകാൻ പറയും. സ്ത്രീകൾ പോയി കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാർ പള്ളിയിൽ നിന്നും ഇറങ്ങും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഓരോ നമസ്കാരത്തിന് സംവിധാനങ്ങൾ. പക്ഷെ നമ്മളിപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നമ്മൾക്ക് വിചാരിച്ച പോലെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് നമ്മൾ ചൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല വസ്ത്രധാരണയോട് കൂടി നമുക്ക് എവിടെയും പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ വസ്ത്രം മറ്റുള്ളവർക്ക് ഫിത്നയാണോ അല്ലേ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. അള്ളാഹുവിന് എൻ്റെ ഈ ഒരു വേഷവിധാനം എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം.
അതുപോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്താണ് നമസ്കാരം. നമ്മളെ വീട്ടിലെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രിയങ്കരമാണ്, അല്ലെങ്കിൽ അള്ളാഹു അതിന് നമുക്ക് എക്സ്ട്രാ റിവാർഡ് തരും നമ്മൾ പള്ളിയിൽ പോകുന്നതിനേക്കാൾ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. പക്ഷെ നമുക്കറിയാം സ്ത്രീകൾക്ക് പലർക്കും എന്താണ് പറയുക, പള്ളിയിൽ കിട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ട് അല്ലേ, ആ അന്തരീക്ഷം വേറെ തന്നെയാണ്. അപ്പോൾ ആ അന്തരീക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ ഉദ്ദേശത്തോടു കൂടി പോകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും പ്രതിഫലം നൽകും. റബ്ബ് നമ്മുടെ ഹൃദയം എല്ലാവരെക്കാളും നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതാക്കണ്ട. കാരണം റബ്ബിനറിയാം നമുക്കൊരിക്കലും 5 വക്തും പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഒരു ഈസി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നീ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോ, നിനക്ക് ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം തരാം എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. അതായത് ഒരാൾ പറയാണ്, ഞാൻ സാധനം വീട്ടിലേക്കണ്ട് കൊണ്ടുവന്ന് തരാം, നീ ഇവിടെ വന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതല്ല സുഖം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ തന്നെ വന്ന് വാങ്ങിച്ചോളാം, എനിക്കതാണ് വേണ്ടത്, അങ്ങനെ നമ്മൾ പറയും ഇല്ല. അപ്പോൾ അള്ളാഹു നമുക്ക് വീട്ടിൽ തന്നെ വന്ന് കൊണ്ടുവന്ന് തരാണ് പ്രതിഫലം. പിന്നെ നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോയിട്ട് വാങ്ങിക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ആരും ആരെയും തടയാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും അത്രയും അങ്ങനെ പറഞ്ഞിട്ട് പോലും ആരെയും തടഞ്ഞിട്ടില്ല. ഒരിക്കൽ ഒരു സ്ത്രീയെ ഒരു പുരുഷന് പ്രയാസപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി സ്ത്രീകൾ ആരും പള്ളിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും യുക്തിയോടുകൂടി നമ്മളുടെ നമസ്കാരത്തിന് നമ്മൾ കാണുക, എന്താണ് റബ്ബിന് ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് ഏതാണ് ഉത്തമം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ യുക്തിപൂർവ്വം മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിക്മത്ത് വർദ്ധിപ്പിച്ച് നൽകട്ടെ. ആമീൻ. اللهم فقهنا في الدين وعلمنا تأويل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. آخر دعوانا أن الحمد لله رب العالمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.